ഹലോ നമസ്കാരം, ഞാൻ ബിന്ദുവാണ് കേട്ടോ. ഞാനിന്ന് ഉണ്ടാക്കുന്നത് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. മാങ്ങയുടെ കൂടെ പരിപ്പും വെള്ളരിക്കയും ചേർത്താണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വയ്ക്കാം. മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു ചെറിയ കഷ്ണം വെള്ളരിക്കയും കൂടെ ചേർക്കുന്നുണ്ട്. വെള്ളരിക്ക ഇതേപോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയ പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് വെള്ളരിക്ക കഷ്ണങ്ങളും മാങ്ങ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം. ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുക്കർ അടച്ച് വേവിക്കാം. കൂട്ടാനിലേക്ക് അരയ്ക്കാൻ വേണ്ടി കുറച്ച് നാളികേരം ചെറിയെടുത്തിട്ടുണ്ട്. 1 കപ്പ് നാളികേരം ഉണ്ടാവും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നാളികേരം ഫൈനായിട്ട് അരച്ചെടുത്തു. ഇനി കുക്കർ തുറന്ന് കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കാം. കുക്കർ തുറന്നു. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഒന്നും അങ്ങനെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. പരിപ്പും കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുക്കർ വീണ്ടും അടുപ്പത്ത് വെച്ചു. കഷ്ണങ്ങളൊക്കെ വീണ്ടും നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനി ഇതിലേക്ക് നാളികേരവും ജീരകവും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കറി നന്നായി തിളച്ചു. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് സ്റ്റവ് മീഡിയത്തിലിട്ടിട്ട് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ കറി വയ്ക്കാൻ വെള്ളരിക്ക കഷ്ണങ്ങളില്ലാന്നുണ്ടെങ്കിൽ പകരം കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഇത് വയ്ക്കാം കേട്ടോ. ഇനി വെള്ളരിക്കും കുമ്പളങ്ങയും ഒന്നുമില്ലെങ്കിൽ മാങ്ങ മാത്രം ചേർത്തിട്ടും ഈ കറി ഉണ്ടാക്കാം. കറി നന്നായി തിളച്ച് പാകമായി. ഇനി ഇത് കടുക് വറുക്കാം. കടുക് വറുക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കാം. ഇനി കറിവേപ്പിലയും ഉണക്കമുളകും. ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. പച്ചമാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന നമ്മുടെ നാടൻ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് ഈ കറി അടച്ചു വയ്ക്കാം. അതിനുശേഷം സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.